എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ഗോൾഡൻ റൂൾസിൽ രണ്ടാമത്തെ ഐറ്റമാണ് നോക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ നോക്കിയത് ശരണാഗത തത്വം. അപ്പം ശരണാഗത വത്സനായ ആ ദൈവത്തിനെ തൊഴുതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് കടക്കുവാണ്. ഇത് രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നന്ദിയോടുകൂടി ഇരിക്കാൻ പഠിക്കാൻ ഉള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഇത്. ഈ നന്ദി എന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ ഗ്രേറ്റ്ഫുൾനെസ്. ഈ ഗ്രേറ്റ്ഫുൾ എന്ന് വെച്ചാൽ ഏത് കാര്യം നമുക്ക് നടന്നാലും അതിന് നമ്മൾ നന്ദി പറയണം. നന്ദി പറയുന്നത് മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഈ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു പാട്ടാണത്. അപ്പം ഈ നന്ദി അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾനെസ്, നന്ദിയോടുകൂടിയ ജീവിതം നയിക്കുന്നത് എങ്ങനെയാണ്? എന്തോതിനൊക്കെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്? എല്ലാത്തിനും നന്ദി പറയണം. എല്ലാത്തിനും. നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്നു. ഈ ഉറക്കമെന്ന് പറയുന്നത് തന്നെ ഓൾമോസ്റ്റ് ഏകദേശം മരിച്ചു കിടക്കുന്നതിന് തുല്യമാണ്, അല്ലയോ? നമുക്ക് ബോധമില്ല. നമ്മൾ ഡീപ്പ് സ്ലീപ്പിലിരിക്കുമ്പം ആരെങ്കിലും അടുത്ത് വന്നിരുന്ന് സംസാരിച്ചാൽ പോലും നമുക്ക് കേൾക്കത്തില്ല. അപ്പം അത്രയ്ക്ക് നല്ല നമ്മളെ മറന്ന് ഉറങ്ങുന്ന ഉറക്കം, അത് നല്ല ഒരു ഉറക്കമാണ്. അത് വളരെ ഹെൽത്തിയുമാണ്. പക്ഷേ ആ ഉറക്കത്തിനെ ആൾക്കാർ മരണത്തിന് ഒപ്പിട്ട് നോക്കും, പറയും. അങ്ങനെയുള്ള ഒരു ടെമ്പററി ഡെത്ത് എന്ന് വെച്ചോണമേ. അങ്ങനെ പറയുമ്പം അടുത്ത ദിവസം നമ്മൾ കണ്ണ് തുറന്നാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നമുക്കെന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഓക്കെ, ഇന്ന് നീ കിടക്കുന്നു, നല്ലപോലെ ഉറങ്ങ്, നാളെ രാവിലെ 6 മണിക്ക് നിന്നെ വന്ന് എണീപ്പിക്കാം, നിനക്ക് ഇനിയൊരു ജീവിതമുണ്ട്, ഇനിയൊരു പുതിയ ദിവസമുണ്ട് എന്ന് ആരെങ്കിലും നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടോ? ഒരുത്തരും പറഞ്ഞിട്ടില്ല. നമ്മളെ ഉണ്ടാക്കിയ ആ ദൈവം പോലും നമുക്ക് ഒരു ഗ്യാരണ്ടിയും തന്നിട്ടില്ല. എത്രയോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മളെ ജനിപ്പിച്ച അമ്മയും അച്ഛനെയും മാത്രമല്ല ഞാൻ പറയുന്നത്, അവരും നമ്മളുടെ കൂട്ടു മനുഷ്യരാണ്. അപ്പം നമ്മൾ നമ്മളെക്കാട്ടിലും ഉയർന്ന തലത്തിലുള്ള ഒരു ശക്തിയാണല്ലോ വിശ്വസിക്കുന്നത്. ആ ശക്തി പോലും നമുക്ക് ഒരു ഗ്യാരണ്ടിയും തന്നിട്ടില്ല. നീ ഇത്ര വർഷം ജീവിക്കും, അല്ലെങ്കിൽ ഇന്ന് കിടന്ന് ഉറങ്ങ്, നാളെ രാവിലെ നീ എണ്ണിക്കും, അല്ലെങ്കിൽ നീ എണ്ണിക്കത്തില്ല. രണ്ടും നമുക്ക് പറയാറില്ല. ഓക്കെ, അപ്പം രാവിലെ നമ്മൾ കണ്ണ് തുറന്നാൽ മാത്രമേ നമുക്കൊരു ഉറപ്പുള്ളൂ അന്നത്തെ ദിവസവും നമുക്കാണ്. അതും അന്നത്തെ ദിവസവും 24 മണിക്കൂർ നമുക്ക് സ്വന്തമാണോ എന്ന് നമുക്ക് പറയാനില്ല. അപ്പം അത്രയ്ക്ക് അനിശ്ചിതമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും. അപ്പം അത്രയും അനിശ്ചിതമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് നടക്കുന്ന നല്ലതിനും ചീത്തയ്ക്കും എന്തായിരുന്നാലും നമ്മൾ നന്ദി പറയണമെന്നുള്ളത് വളരെ 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 വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഞാൻ ഈ നന്ദി പറയുന്നു, അല്ലാതെ നന്ദിയോടുകൂടിയ ജീവിതം നയിക്കുന്നത് ഒരു ഗോൾഡൻ റൂളായിട്ട് തന്നെ ഞാൻ പറയുക. ശരണാഗതി അടയുക, അതായത് എല്ലാത്തിനെയും നമ്മളെ ഇഷ്ടദൈവത്തിൻ്റെ കാലടിയിൽ നമ്മൾ സമർപ്പിക്കുക. അപ്പം തന്നെ നമുക്ക് പല ടെൻഷൻസ് നമ്മളുടെ അടുത്തുനിന്ന് മാറിപ്പോകും. ഓക്കെ, ദൈവം ഉണ്ടാക്കി വിട്ടു നമ്മളെ, നമ്മളെ സഹായിക്കും, ദൈവം സഹായിക്കും. അപ്പം താൻ പാതി ദൈവം പാതി എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായി. അതുമാത്രമല്ല, ദൈവം സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചുമ്മാതിരിക്കാൻ ഒക്കത്തുമില്ല. നമ്മളാലായ പ്രയത്നങ്ങൾ ചെയ്യണം. അതിനും ഏൽപ്പെട്ട് നമുക്കൊന്നും നടന്നില്ലെങ്കിൽ ശരി, അത് നമുക്ക് നടക്കാനുള്ള കൊടുപ്പിനെ ഇല്ല, നമുക്ക് അതിന് നടക്കാനുള്ള ഭാഗ്യമില്ല എന്ന് നമ്മൾ വിചാരിച്ച് സമാധാനപ്പെടുക. അതാണ് ഈ സറണ്ടർ മോഡ്, ശരണാഗതി തത്വം.
ഇത് നന്ദി പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നടക്കുന്ന ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി പറയുക, നന്ദിയോട് കൂടിയ ഒരു ജീവിതം ജീവിക്കുക. അപ്പോൾ ആരുടെ അടുത്ത് നന്ദി പറയണം? നമ്മളെല്ലാവരെയും നയിച്ചു കൊണ്ടുപോകുന്ന ആ ശക്തിക്ക്, ആ സൂപ്പർ നാച്ചുറൽ പവറിന്, ആ ദൈവത്തിന്, നമ്മുടെ ക്രിയേറ്ററിന്, നമ്മൾ ഈ ഭൂമിയിൽ ജനിപ്പിച്ച ആ സൂപ്പർ നാച്ചുറൽ പവർ ക്രിയേറ്ററിന് നമ്മൾ നന്ദി പറയുക. അപ്പോൾ രാവിലെ കണ്ണ് തുറന്ന ഉടനെ ദൈവമേ നന്ദി, ഇനിയൊരു ദിവസം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിന് നന്ദി. അപ്പോൾ ഞാൻ എന്നെയും എനിക്ക് കിട്ടിയ ഈ ദിവസത്തിനെയും അങ്ങേ ദൈവത്തിൻ്റെ കാലടിയിൽ സമർപ്പിക്കുക. അതൊരു ഇത്. പിന്നെ അപ്പം കണ്ണ് തുറക്കുന്നതും നമുക്ക് ഇനിയൊരു ദിവസം കിട്ടുന്നതും ഒരു ബോണസാണ്. അതിന് നന്ദി പറയുക. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്ലാൻസ് വെച്ചിട്ടുണ്ട്. ഷോർട്ട് ടേം പ്ലാൻസ്, ലോങ് ടേം പ്ലാൻസ്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബേസിക്കലായിട്ട് ജീവിച്ചിരുന്നാലല്ലേ നടക്കത്തുള്ളൂ. മരിച്ച ഒരാളിനെ കൊണ്ട് അതൊന്നും സാധ്യമല്ലല്ലോ. അപ്പം നമുക്ക് ഇനിയൊരു ദിവസം കിട്ടുന്ന ഓരോ ദിവസവും കിട്ടുന്നതും പുതിയ ദിവസമാണ്, ഓരോ ദിവസവും പുതിയ ജീവിതമാണ്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അത് ഒരു ഇത് ചൊല്ലായിട്ട് തന്നെ ഉണ്ട്, പ്രോവർബായിട്ട്. അതായത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുമ്പം ഇന്നാണ് ലാസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ, അത്രയും നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുക. അത് നാളെ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇന്ന് കിട്ടിയ ആ 24 മണിക്കൂറിൽ എന്തൊക്കെ നല്ലത് ചെയ്യാം, എത്ര പുണ്യകാര്യങ്ങൾ ചെയ്യാം, എത്ര പേരെ സഹായിക്കാം, ഏതേത് രീതിയിൽ നമുക്ക് ജീവിച്ചാൽ നമുക്ക് പുണ്യം കിട്ടും, നല്ലത് നടക്കും, പോസിറ്റീവ് കർമ്മയെ കയറ്റാനുള്ള വഴികൾ എന്തുവാ, ഇന്നാണ് എനിക്ക് ലാസ്റ്റ് ഡേ, നാളെ എനിക്ക് സമയമില്ല എന്നുള്ള ഒരു വേഗത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമോ ആ രീതി വേണം ഓരോ ദിവസവും ജീവിക്കാൻ. അത് ഇംഗ്ലീഷിലുള്ള ഒരു പ്രോവർബാണ്. അപ്പം എന്നെന്ന് നമ്മൾ കണ്ണ് തുറക്കുന്നോ അന്ന് തന്നെ നമ്മൾ വിചാരിക്കുക, ഇതായിരിക്കണം ലാസ്റ്റ് ഡേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. അതൊന്നുമല്ല, ആ രീതിയല്ല. നമ്മളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ചെയ്ത്തുകളെല്ലാം അന്നാണ് ലാസ്റ്റ് ഡേ എന്നുള്ള വിചാരത്തോടു കൂടി ജീവിക്കുക. അപ്പോൾ അടുത്ത ദിവസം ഒരു ദിവസം എക്സ്ട്രാ കിട്ടിയാൽ അത് ബോണസ്. ഓക്കെ, ഇത് റിട്ടയർഡായ ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർക്കാണ്, അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും, യങ്ങായിട്ടുള്ള ആർക്കും ഓൾഡായിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഇതേ റൂളാണ്. റൂൾ ഒന്ന് തന്നെ, നിയമം എന്ന് പറയുന്നത് ഒന്ന് തന്നെ. ഓക്കെ, അപ്പം ആൾക്കാർ ചിലർ പറയും, ഈ ഒരു കൊച്ച് ജനിച്ച് വീണ അടുത്ത ദിവസം തൊട്ട് കൗണ്ട് ഡൗൺ തുടങ്ങും. ഈ റോക്കറ്റൊക്കെ വിടുമ്പോൾ കൗണ്ട് ഡൗൺ ചെയ്യുന്നുണ്ടല്ലോ, 10, 9, 8, 7. അതുപോലെ നമ്മളുടെ ജീവിതം അന്ന് തൊട്ട് നമുക്ക് തന്ന ജീവിതകാലത്തിന് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ആ ദിവസം നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യത്തിനും നല്ലതിന് നന്ദി പറയും. ചീത്തയ്ക്ക് എന്തിനാണ് നന്ദി പറയുന്നത്? ചീത്തയ്ക്കെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലതും നടക്കുന്നു. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇന്ന് നല്ല ദിവസമാണ്, ഇന്ന് ഞാൻ ആരുടെടുത്തും വഴക്കിടത്തില്ല, എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ സന്തോഷമായിട്ട് തന്നെ എല്ലാവരും എണീക്കുന്നത്. പക്ഷേ രാവിലെ എണീക്കുമ്പം തന്നെ എന്തെങ്കിലും ഒരു വഴക്ക്, വീട്ടിൽ വേണ്ടാത്ത ഒരു വർത്താനം, അത് തൊട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളത് ആഗ്രഹിക്കുന്നതല്ല, പക്ഷെ അത് നടക്കുന്നു. അതിനും നമ്മൾ നന്ദി പറയണം. നന്ദി പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഈ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ, ഈ ഭൂമിയിൽ ഈ ജന്മം എടുത്തത്. അത് വൺ ഓഫ് ദ പർപ്പസസ്. നമ്മളുടെ ഉദ്ദേശം എന്തുവാന്ന് പറഞ്ഞില്ലേ, അതിൽ മെയിൻ ഉദ്ദേശം ഇതാണ്. മെയിൻ ഉദ്ദേശം ഇതുവാന്ന് വെച്ചാൽ, നമുക്ക് വേറൊരു ദിവസം ഈ കർമാക്കളെക്കുറിച്ചൊക്കെ പറയാം. സഞ്ചിത കർമ്മ, പ്രാരാബ്ധ കർമ്മ. സഞ്ചിത കർമ്മ എന്ന് പറയുന്നത് ഇത്രയും ജന്മങ്ങളായിട്ട് എത്ര ജന്മങ്ങൾ നമ്മൾ എടുത്തു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്രയും എടുത്ത ജന്മങ്ങളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത നെഗറ്റീവായിട്ടുള്ള കർമാസിനെയാണ്, നെഗറ്റീവിനെയും പോസിറ്റീവിനെയും സഞ്ചിത കർമ്മ എന്ന് പറയും. സഞ്ചി എന്ന് വെച്ചാൽ ഒരു ബാഗ് ഇല്ലയോ. അപ്പോൾ ആ ബാഗ് നിറച്ച് കർമ്മ, അതാണ് നമ്മളുടെ മുതുകത്ത് പുറത്ത് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്.
പുറത്തിട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പം അതിൽ നമ്മൾ കുറച്ച് കർമാക്കളെ കഴിക്കാം എന്ന് നമ്മൾ തന്നെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ ജന്മം എടുത്തിരിക്കുന്നത്. അപ്പം അതിനാണ് പ്രാരാബ്ധ കർമ്മ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രാരാബ്ധ കർമ്മ എന്ന് വച്ചാൽ നമ്മൾ ചെയ്ത നെഗറ്റിവിറ്റിക്കും പോസിറ്റീവ് കർമാവിനും നെഗറ്റീവ് കർമാവിനെയും അനുഭവിക്കാനാണ് ഈ ജന്മം എടുത്തത് ഈ ഭൂലോകത്ത്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കണം. ഈ പാഠങ്ങൾ പഠിക്കുന്നതെന്ന് പറയുന്നതാണ് ഒരു മെയിൻ ഘടകം. അപ്പം നമുക്കിഷ്ടപ്പെടാത്തത് എന്തെങ്കിലും നടന്നാൽ അതിൽ നിന്ന് ഒരു പാഠം പഠിക്കണം. ആ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ ചീത്ത കാര്യമൊന്നും നടന്നത്. ഓക്കെ, അതിനും നന്ദി. അപ്പം ഇംഗ്ലീഷിലൊരു കാര്യം പറയും, എന്തുവാ, ഗ്രാറ്റിറ്റ്യൂഡ് ഷുഡ് ബി യുവർ ആറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദിയോടെ ഇരിക്കുക. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം. അപ്പോൾ നമ്മുടെ മനോഭാവം എപ്പോഴും എങ്ങനെ ആയിരിക്കണം? നന്ദി ചൊല്ലിക്കൊണ്ടിരിക്കണം ഓരോ നിമിഷം. ഒരാൾ ചോദിച്ചു, എന്തുവാ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഏറ്റവും വളരെ വിലപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞേ, എന്തോ നടക്കുന്നു? അപ്പോൾ മറ്റേ ആൾ പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഇന്ന് ഈ സെക്കൻഡ് ഈ നിമിഷം ഞാൻ ജീവിക്കുന്നു. അത് തന്നെയാണ് ഒരു അതിശയം. അത് തന്നെയാണ് ദൈവത്തിന് ഞാൻ പറയുന്ന നന്ദി. അതാണ് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം, അല്ലയോ? എത്ര പേര് ഉറങ്ങാൻ കിടന്ന് അടുത്ത ദിവസം എണ്ണിക്കാതെ മരിക്കുന്നു? എത്ര പേര് രാവിലെ എല്ലാം പറഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം വരാം, നമുക്ക് സിനിമയ്ക്ക് പോകാം, അവിടെ ചെയ്യാം ഇവിടെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് പോകുന്നു. എത്ര പേര് ആക്സിഡൻറ്റിൽ മരിക്കുന്നു? അപ്പം വീട്ടിൽ നിന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങുന്നു, തിരിച്ച് വരുമെന്ന് എന്തോ ഉറപ്പുണ്ട്? ശരി, വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ഉറപ്പുണ്ടോ? എന്തോ ഉറപ്പുണ്ട്? അങ്ങനെ അത്രയ്ക്ക് അനിശ്ചിതമായിട്ടുള്ള ജീവിതം നമ്മൾ നയിച്ചു കൊണ്ട് പോകുമ്പം നമ്മൾ നടക്കുന്ന ഓരോ ചെയ്ത്തും ഓരോ കാര്യവും നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി പറയുക. ആ നന്ദി പറയുന്നതിലാണ് നമുക്ക് ഒരുപാട് നന്മകളുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് നടന്നാലും ഓക്കെ, താങ്ക് യു ഗോഡ്, അല്ലെങ്കിൽ നന്ദി ദൈവമേ, നന്ദി, ഇതിന് നന്ദി. നല്ലതിന് നന്ദി പറയുന്നത് എല്ലാവർക്കും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ചീത്ത നടക്കുന്നതിനും നന്ദി എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞതാണ് സത്യം, അതായത് പാഠം പഠിക്കുക എന്നുള്ളതാണ്. ഇത് വേറൊരു കാര്യമുണ്ട്. ചിലർക്കൊക്കെ ഞാൻ ഒരു കാര്യം പറയാം, ഈ നന്ദിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം, പക്ഷേ ഞാനത് ഒരുപാട് പറയുന്നില്ല. എന്തുകൊണ്ടാണോ, ഇത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ചർച്ചാ വിഷയമല്ല, ഇതിൽ ചർച്ച ചെയ്യാൻ ഒന്നുമില്ല. ഒന്നേ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ സ്വീകരിച്ച് ഫോളോ ചെയ്യുക ജീവിതത്തിൽ, അല്ലെങ്കിൽ തള്ളിക്കളയുക. രണ്ടിലൊന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ഓരോ ചെയ്ത്തിനും ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളുടെ ലെവൽ തന്നെ വേറെ ഒരു ലെവൽ, ഹയർ ലെവലിലോട്ട് പോകും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആൾക്കാർക്ക് ഈ സ്വഭാവങ്ങളൊക്കെ വളരെ കുറവാണ്. ആൾക്കാർക്ക് എന്ന് വെച്ചാൽ എന്നെയും ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ വലിയ യോഗ്യതയാണ്, അങ്ങനല്ല. നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമേ ഇല്ല. അപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നമ്മളത് എടുക്കണം. നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് അങ്ങനത്തെ ഒരു സ്വഭാവം കൊണ്ടുവരാൻ നോക്കണം. അതുമാത്രമല്ല, നമ്മളുടെ കൊച്ചുങ്ങൾക്കും അത് പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ, ഈ നന്ദി എന്ന് പറയുന്നതിന് ഒരു വിലയില്ലാതെ പോയി. ഓ താങ്ക്സ്, അമ്മയും അച്ഛനും എന്തെങ്കിലും ചെയ്താൽ താങ്ക്സ്. അപ്പോൾ അമ്മയും അച്ഛനും എന്താ, നിങ്ങൾ ചിലപ്പം കുട്ടികൾ സംസാരിക്കുന്നത് കേൾക്കുമ്പം നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു സംസാരമായിരിക്കും. നിങ്ങൾ പറ്റൂ, അപ്പം നിങ്ങളല്ലേ വളർക്കണ്ടേ, നിങ്ങളല്ലേ ഇതൊക്കെ വാങ്ങിച്ചു തരണ്ടേ, ഞാനാ നിങ്ങളെ പറഞ്ഞു. അങ്ങനെ വരെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ സംസാരിക്കാനേ പാടില്ല. ഇപ്പം നമ്മുടെ അമ്മയും അച്ഛനും നമ്മളെ ഈ ഭൂലോകത്ത് ജനിപ്പിച്ചു. അവർ ജനിപ്പിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. അവർ ഒരു ടൂളാണ്. അവർ മുഖാന്തരം നമ്മൾ ഈ
ഭൂമിയിൽ വന്നു എന്നാണ്. അപ്പം നിങ്ങളല്ലേ ജനിപ്പിച്ചേ, ആര് പറഞ്ഞെന്ന്, ആരെ കേട്ടോണ്ടോ, എന്നെ കേട്ടോണ്ടാണോ നിങ്ങൾ എന്നെ ജനിപ്പിച്ചേ? ഇങ്ങനത്തെ സംസാരമൊന്നും പറയാനേ പാടില്ല. പക്ഷേ ഇക്കാലത്തെ കുട്ടികൾക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെയും പറയും. ഇതിൻ്റെ അപ്പുറത്തെ ലെവലും പോയി അതിനെ വിസ്തരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വളരെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരാൻ പാടില്ല. നമുക്ക് വന്നില്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ അടുത്ത് വന്നാൽ പോലും അതിനെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ഒരു പുതിയ ഡ്രസ്സ് ഞാൻ കൊച്ചിലേ തൊട്ട് എൻ്റെ മക്കളെ പഠിപ്പിച്ചതിൽ ഈ നന്ദി പറയുന്നത് ഒരുപാട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എന്ത് പുതിയത് അവർക്ക് കിട്ടിയാലും ആദ്യം അതെടുത്തുകൊണ്ട് പൂജാമുറിയിലാണ് അവർ ഓടുന്നത്. കൊച്ചിലേ തൊട്ട് പൂജാമുറി കൊണ്ടുപോയി, പൂജാമുറി കൊണ്ട് വയ്ക്കുന്നത് എന്തുവാന്ന് വെച്ചാൽ ദൈവത്തിന് അത് സമർപ്പിക്കുക. വേറെ ഒന്നുമല്ല, ഒരു പുതിയ തുണി കിട്ടി, അല്ലെങ്കിൽ ഓണത്തിന് ഒരു ഡ്രസ്സ് കിട്ടി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നു, ഒന്നുമല്ല, ദിവസവും കഴിക്കാൻ പഴം വാങ്ങിക്കുന്നു, ഇല്ല, അത് ആദ്യം കൊണ്ട് മുമ്പോട്ടേക്ക് പോയി. അങ്ങനെയാണ് ഞാൻ കൊച്ചിലെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു കിലോ ആപ്പിൾ വാങ്ങിച്ചാലേ ആദ്യം മോനെ ഒരു ആപ്പിൾ കഴുകി ദൈവത്തിന് കൊണ്ടുപോയി എന്നിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഇന്ന് വരെ എൻ്റെ മോൾ അവളുടെ മോക്കും പറഞ്ഞു കൊടുക്കുന്ന അതാ. മോളെ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചോ, ആദ്യം മുമ്പോട്ടേക്ക് കൊണ്ടുപോയി. അപ്പം പൂജാമുറിയിലൊക്കെ പുതിയതായിട്ട് നിരത്തി വെച്ചിട്ട് അവരിങ്ങി വരും. പക്ഷേ അതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്ക് നന്ദി, എനിക്ക് പുതിയ ഒരു ഡ്രസ്സ് കിട്ടിയതിന് നന്ദി, കഴിക്കാൻ ആപ്പിൾ കിട്ടിയതിന് നന്ദി. അങ്ങനെ ഓരോ നിമിഷവും നമ്മളെ ജനിപ്പിച്ച ആ സൂപ്പർ നാച്ചുറൽ പവറിന് നന്ദി പറയണം. ഓക്കെ, അപ്പം ഏതേത് കാര്യത്തിന് നന്ദി പറയണമെന്നുള്ളത് നമുക്കറിയണം. എല്ലാ കാര്യത്തിനും നന്ദി പറയണം. ഇതിൽ ലിസ്റ്റ് ഇടണ്ട, ഇതിന് നന്ദി പറയണം, ഇതിന് നന്ദി പറയണ്ടെന്ന് അല്ല, എല്ലാത്തിനും നന്ദി പറയണം. അപ്പം മനസ്സിനകത്ത് പിന്നെ എങ്ങനെ പറയണം? വെളിയിൽ ഇപ്പം ഒരു മീറ്റിങ്ങിൽ വോട്ട് ഓഫ് താങ്ക്സ് നടക്കുന്നു. ഇത്രയും ഇത്രയും ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിലും താങ്കൾ വന്നതിനും ഞങ്ങളുടെ മീറ്റിങ്ങിന് പങ്കെടുത്തതിനും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അത് റെക്കോർഡിക്കലായിട്ട് ഒഫീഷ്യലായിട്ട് നടക്കുന്ന മീറ്റിങ്ങിന് പറയുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ വേറെ ആർക്കും റെക്കോർഡ് ഉണ്ടാക്കണ്ട, നമ്മളുടെ മനസ്സിന് ഉള്ള റെക്കോർഡാണ്, നമുക്ക് നമ്മളെ ഉണ്ടാക്കുന്ന റെക്കോർഡാണ്. ഓക്കെ, അപ്പം ആരെടുത്താൽ പറയേണ്ടി? ആ ദൈവത്തിനോട് പറയണം. എങ്ങനെ പറയണം? ശബ്ദമിട്ട്, ഓ മൈ ഗോഡ്, ഐ താങ്ക് യു. അതിനൊന്നും ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ആ നന്ദി എന്നുള്ള ഒരു ഭാവം നിറഞ്ഞിരിക്കണം. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഞാൻ പറയത്തില്ലേ, ഞാൻ കുറച്ച് വിസ്തരിച്ച് കുളിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം എനിക്ക് ഒരു സ്റ്റൂളൊക്കെ ഇട്ട്, എൻ്റെ ബാത്റൂമിൽ എപ്പോഴും ഒരു സ്റ്റൂൾ വെച്ചിട്ടുണ്ട്. സ്റ്റൂളൊക്കെ ഇട്ട് ഇരുന്നാണ് കുളിക്കുന്നത്. അത് ഷവറിൽ കുളിച്ചാലും ബക്കറ്റിൽ വെള്ളം നിറച്ച് കുളിച്ചാലും. നേരത്തെ എന്തോ ചെയ്യുന്നോ, ഈ സ്റ്റൂള് കുളിച്ച് കഴിഞ്ഞോടനെ കാലുകൊണ്ട് തള്ളി ആ വാഷ് ബേസിനുണ്ടല്ലോ അതിൻ്റെ അടിയിലൊന്ന് തള്ളും, കാലുകൊണ്ട് തള്ളും. ഇപ്പം ഞാൻ അങ്ങനെയല്ല, ആ സ്റ്റൂളിന് പറയുന്ന നന്ദി പറയും, കൈ കൊണ്ട് എടുത്താണ് വാഷ് ബേസിൻ്റെ അടിയിൽ വയ്ക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് നമ്മളിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം. ആ സ്റ്റൂളില്ലാതെ കുളിക്കുമ്പം എനിക്കെന്തോ ഒരു പ്രയാസമുണ്ട്. നല്ല സ്റ്റൂളിൽ ഇരുന്ന് ഉറച്ചിരുന്ന് കൈയും കാലിലൊക്കെ നല്ല തേച്ച് കുളിക്കുമ്പം അതിലൊരു സുഖം വേറെ. അപ്പോൾ ചിലപ്പം ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി താമസിക്കുമ്പോഴേ 5 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലിലൊക്കെ ബാത്ത് ടബ്ബ് കാണും, ഷവർ കാണും, പൈപ്പ് കാണും, പക്ഷേ ബക്കറ്റും മഗ്ഗും കാണത്തില്ല. ചില ഹോട്ടൽസിൽ, വലിയ ഹോട്ടൽസിൽ, ചില ഹോട്ടൽസിൽ ബക്കറ്റും മഗ്ഗും കാണും, സ്റ്റൂള് കാണത്തില്ല. ചില ഹോട്ടൽസിൽ സ്റ്റൂൾ വരെ ഇപ്പം വെക്കുന്നുണ്ട്. അപ്പം ആ സ്റ്റൂളില്ലാതെ കുളിക്കുമ്പോഴായിരിക്കും ആ സ്റ്റൂളിൻ്റെ അരുമ അറിയുന്നത്. അതെന്താ പറയുമല്ലോ, വെയിലത്ത് പോകുമ്പോഴേ തണലിൻ്റെ അരുമ അറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ, ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. അത് ചെറിയ ഒരു കാര്യമായിരിക്കാം, ഒരു പിന്ന് ചിലപ്പോൾ നമുക്ക് കുത്തിക്കൊണ്ട് പോകാൻ ചിലപ്പം കൈ പിന്ന് കിട്ടത്തില്ല. ആ പിന്നില്ലാതെ കുത്താതെ പോയാൽ അന്നത്തെ ദിവസം മുഴുക്ക എന്തോ ഒരു ഡിസ്റ്റർബൻസാണ് അല്ലേ. ഒരു ചെറിയ മുട്ടുസൂചി, ഒരു ചെറിയ പിന്ന്, ഒരു ചെറിയ കാര്യം,
അതുപോലും നമ്മളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിൽ ഞാൻ പറയാൻ വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ രാവിലെ കണ്ണ് തുറന്നാൽ രാത്രി കിടക്കാൻ പോകുന്നവരെ, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുന്നവരെ, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കുക, നന്ദി പറയുക. അപ്പം ഇനി ഈ നിമിഷം തൊട്ട് ഞാൻ എല്ലാവരുടെ അഭ്യർത്ഥിക്കുവാണ്, ഒരു റിക്വസ്റ്റാണ് വയ്ക്കുന്നത്. ഈ സ്വഭാവം നമ്മിൽ വളർക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ചിന്തിക്കുക. എല്ലാത്തിനും മനസ്സിൽ നമ്മൾ നന്ദി പറയുക. ഒരു പൂവുണ്ട്, നന്ദി. ആ പൂ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം, ഇല്ലയോ? അതുകൊണ്ടല്ലേ നമ്മൾ പൂവിനെ ചെടിയിൽ നിന്ന് പറിച്ച് നമ്മളുടെ അടുത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ്, അത് കാണുമ്പോൾ ഒരു സന്തോഷം. പ്രകൃതിയുടെ ഒരു വിളയാട്ടാണ് അത്, ഇല്ലയോ? ഒരു കളി. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം, അതിനൊരു നന്ദി. താങ്ക് യു. എപ്പോഴും ഈ നന്ദി പറയുന്ന സ്വഭാവം നമ്മൾ വളർത്തോണം. ഇത്രയും നാൾ ചെയ്തില്ലെങ്കിലും ഇനിയും എല്ലാത്തിനും നമ്മൾ നന്ദി പറയാൻ പഠിക്കണം. അപ്പം ഇതോടെ ഞാൻ നിർത്തുന്നു. എന്ന് വെച്ചാൽ ഇനിയും സംസാരിച്ച് പോയിട്ട് കാര്യമില്ല. എത്ര ദൂരം 100% ഇത് ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. അത് മതി. വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.